ഇതാണ് നമുക്ക് ഇന്ന് വന്ന വർക്ക്. ഏകദേശം പുട്ടിപ്പണിയെല്ലാം ഏകദേശം കഴിഞ്ഞതാണ്. പുട്ടിപ്പണി ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം നിലവിൽ ഇതിൻ്റെ മേലുള്ള കളറ് മറൈൻ ബ്ലൂ ആണ്. ഇതിപ്പം കളർ ചേഞ്ച് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. മറൈൻ ബ്ലൂ ഒന്ന് റെഡിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. പിന്നെ ബേക്ക് മാത്രം മഞ്ഞ വെച്ച് ഫ്രണ്ടെല്ലാം ഫുൾ റെഡാക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിത് ഫുള്ള് സാൻഡ് ചെയ്ത് പ്രൈമർ അടിക്കുന്നതിന് മുന്നേ നമ്മൾ മൊത്തം സാൻഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി 320 പേപ്പർ വെച്ച് സാൻഡ് ചെയ്തതാണ്. ഞാൻ PS ഗ്രേ ആണ് ഇവിടെ അടിക്കുന്നത്. PS ഗ്രേയിൽ കുറച്ച് ചുവപ്പ് ഒഴിച്ച് ഈ കളറിലേക്ക് ഒരു റോസ് കളറിലേക്ക് ആക്കിയെടുത്തതാണ്. നമ്മൾ റെഡ് അടിക്കുന്നത് കൊണ്ട് നമുക്ക് റെഡ് കവറിങ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചുവപ്പ് അതിൽ ആഡ് ചെയ്തത്. പ്രൈമർ നല്ല തിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. നല്ല കവറിങ് ആക്കി തന്നെ അടിക്കണം. എന്നാലൊന്ന് റെഡ് അടിക്കുമ്പോൾ നമുക്ക് കവറിങ് ആയി കിട്ടും. ഫുൾ ബോഡി പ്രൈമർ അടിക്കുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഫുൾ ബോഡി പ്രൈമർ അടിക്കുന്നുണ്ട്. സെയിം കളർ തന്നെ അടിക്കുകയാണെങ്കിൽ ടച്ച് ചെയ്ത് പൊട്ടിയിടുന്ന സ്ഥലം മാത്രം ടച്ച് ചെയ്ത് അടിക്കലാണ് പതിവ്. ഇത് ഫുൾ ബോഡി അടിക്കുന്ന വീഡിയോ ഇല്ല. ഈ ഒരു ഭാഗം മാത്രമാണ് പ്രൈമർ അടിക്കുന്ന വീഡിയോ എന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം PU പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ 600 പേപ്പർ വെച്ച് വെള്ളം കൂട്ടി കട്ട് ചെയ്യേണ്ടതാണ്. പ്രൈമർ അടിച്ച സ്ഥലങ്ങളെല്ലാം നല്ല പരുക്കം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് 600 പേപ്പർ വെച്ച് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ PU പെയിൻ്റാണ് എടുത്തത്. PU പെയിൻറ്റിന് 100 പെയിൻറ്റിന് 50 ഹാർഡനർ 40 ml ടിന്നറുമാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ 400 പെയിൻ്റ് എടുത്തിട്ടുണ്ട്. 400 പെയിൻറ്റിന് 200 ഹാർഡനർ 160 ml ടിന്നറും എടുത്തിട്ടുണ്ട്. ആര്യ ലേക്കിൻ്റെ പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിപ്പോണിൻ്റെ ഹാർഡനർ 2K ടിന്നറും. ആര്യ ലേക്കിൻ്റെ 1 ലിറ്റർ പെയിൻറ്റിന് നമുക്ക് വരുന്നത് 1600 രൂപയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഗണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം അരിച്ച് തന്നെ ഗണ്ണിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കണം. അല്ല ചെറിയ ചെറിയ പാടകളെല്ലാം നമ്മളെ ഗണ്ണിൽ നിന്ന് പെയിൻ്റ് അടിക്കാൻ വലിയ തുള്ളികളായിട്ട് ബോഡിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് PU പെയിൻ്റ് അടിക്കാം. ഞാൻ ഉള്ളെല്ലാം ഒരു കോട്ട് തന്നെ കവറാക്കുന്ന രീതിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഉള്ളെല്ലാം ഞാൻ ഒരു കോട്ടേ അടിച്ചുള്ളൂ. ഈ ഒരു കോട്ട് തന്നെ നല്ല കട്ടി തന്നെ കയറ്റി അടിച്ചതാണ്. കളർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഭാഗവും നല്ല രീതിയിൽ പെയിൻ്റ് എത്തണം. ഇതിൻ്റെ കളറ് മറൈൻ ബ്ലൂ ആയതുകൊണ്ട്
ആ കളറ് പെയിൻ്റ് എത്താത്ത സ്ഥലങ്ങളിൽ അയ്യ നീല കളറ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം കവറിങ് ആക്കി തന്നെ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഡോർ പേടെല്ലാം വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ ചെറുതായിട്ട് പാറ്റി മാത്രമേ അടിച്ചിട്ടുള്ളൂ. നല്ല കട്ടിക്കൊന്നും അടിച്ചിട്ടില്ല. കാഴ്ച വരുന്ന ഭാഗം മാത്രമാണ് നല്ല തിക്കിലടിച്ചത്. ഇതിൻ്റെ പുറം ബോഡിയെല്ലാം 2 കോട്ട് പെയിൻ്റാണ്. ആദ്യം പാറ്റി ഒരു കോട്ട് അടിച്ച് സെക്കൻഡ് കോട്ട് നല്ല തിക്കിൽ അടിച്ച് കവറിങ് ആക്കി എടുത്തതാണ്. ഈ പുറം ഭാഗം പെയിൻ്റ് അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ലുക്കൊന്ന് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറക്കി വാട്ടർ സർവീസ് ചെയ്ത് വെച്ചതാണ്. കൊട്ടേൻ്റെ ഉള്ളിലെല്ലാം ഞാൻ എല്ലാ പെയിൻറ്റും കൂടിയും കുത്തിക്കലക്കി ഒരു കളർ അടിച്ച ഒരു കാപ്പി കളറ് പെയിൻ്റ് അടിച്ചതാണ് കൊട്ടേൻ്റെ ഉള്ളിലെല്ലാം. വമ്പറെല്ലാം മാറ്റ് ബ്ലാക്ക്, അത് അസ്പേലാണ് അടിച്ചത്.